വേഴാമ്പല് കാത്തിരിക്കുന്ന പോലെ നമ്മൾ കാത്തിരിക്കുക ഒരു വിജയത്തിന് വേണ്ടി, ഇന്ത്യൻ ടീമിന്റെ വിജയത്തിന് വേണ്ടി, T20 ചാമ്പ്യന്മാരുടെ വിജയത്തിന് വേണ്ടി. അയർലൻഡിൽ പോയി ഓക്കെ തോറ്റു, സീരീസേ തോറ്റു. ഇംഗ്ലണ്ടിലോട്ട് വരുന്നു, ആദ്യത്തെ കളി മഴ മൂലം ഉപേക്ഷിക്കുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഇപ്പം തോന്നുന്നു. ചാമ്പ്യന്മാർ 2 കളി പുറകെ പോയേനെ. ഇന്നത്തെ കളി നോക്കിക്കേ, ഇംഗ്ലണ്ട് വന്നിട്ട് ഏകപക്ഷീയമായിട്ട് ജയിച്ചിട്ട് പോകുന്നു. 19 ഓവറിനകത്ത് ഇന്ത്യ മുമ്പോട്ട് വെച്ച സ്കോർ അവർ പറയുക 190 റൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമല്ല. ഈ ഒരു പിച്ചിനകത്ത് 300 റൺസ് കണ്ടെത്തിയിട്ടുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. 9 വരെ വേണമെങ്കിൽ അല്ലെങ്കിൽ 10 വരെ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ടീമാണ്. 2 വിക്കറ്റ് പോയില്ലേ പവർ പ്ലേക്കകത്ത്. അർഷ്ദീപ് സിംഗ് വന്നിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തില്ലേ, 2 വിക്കറ്റ് പറഞ്ഞു വിട്ടില്ലേ. ഏറ്റവും അപകടകാരികളായിട്ടുള്ള 2 ബാറ്റ്സ്മാൻമാരെ, ഫിലിപ്പ് സാൾട്ടിനെയും ജോസ് ബട്ട്ലറിനെയും അർഷ്ദീപ് സിംഗ് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ഈ കളി ജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ, ഡോട്ട് ബോൾ പെർസെൻറ്റേജ് പരിശോധിക്കുകയാണെങ്കിൽ 35% ഡോട്ട് ബോൾ കളിച്ചത് ഇന്ന് ഇംഗ്ലണ്ടാണ്. ഇന്ത്യ കളിച്ചത് കേവലം 30% ഡോട്ട് ബോളേ ഉള്ളൂ. ഇംഗ്ലണ്ട് എന്തോ ചെയ്ത് ഡോട്ട് ബോൾ കളിച്ചെങ്കിലും അതിനെ എക്സലറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇന്ത്യ എന്ത് ചെയ്തത്, ഇന്ത്യ 10 പൊയ്ക്കൊണ്ടിരിക്കുന്ന റൺ റേറ്റിനെ അത് 9 ആയിട്ടും 8 ആയിട്ടും 7 ആയിട്ടും കുറച്ചു. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ലായിരുന്നു. ഇന്ന് നമ്മളൊരു സിദ്ധാന്തം കണ്ടുപിടിച്ചു, ഇന്ത്യൻ ടീം തോക്കാനുള്ള മെയിൻ കാരണം സഞ്ജു സാംസൺ ആണ്. അതുകൊണ്ട് നമ്മൾ സഞ്ജു സാംസൺ എടുത്ത് പുറത്തേക്ക് എറിയുന്നു, വൈഭവ് സൂര്യവംശി ടീമിലേക്ക് കൊണ്ടുവരുന്നു. അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശി നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ മത്സരം ജയിച്ചു. നമ്മൾ ജയിച്ചില്ല. 1 ഓവർ മുമ്പേ നമ്മൾ ഈ മത്സരം ഇംഗ്ലണ്ടിന് അടിയറവ് പറഞ്ഞു. ടീം മാനേജ്മെന്റ് വലിയ കണ്ടുപിടുത്തമൊക്കെ കണ്ടുപിടിച്ചു. സഞ്ജു സാംസൺ ആയിരുന്നു ഈ ടീമിന്റെ പ്രശ്നം. എന്നിട്ട് എന്താ ഇന്ന് ജയിക്കാൻ കഴിയാതെ പോയത്? ഒരു കാരണം കൊണ്ടാണോ നമ്മൾ ഇന്ന് ഈ മത്സരം തോറ്റത്? ഒരു കാരണങ്ങൾ കൊണ്ടാണോ അയർലാൻഡിനെതിരെ നമ്മൾ തോറ്റത്? ഇനിയുള്ള മത്സരങ്ങളിൽ ഈ ഒറ്റ ഒരു കാരണം കൊണ്ടാണോ നമ്മൾ തോക്കാൻ പോകുന്നത്? അനവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഈ ഇന്ത്യൻ ടീമിൽ. അനവധി കാര്യങ്ങൾ. ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ഒരു കഴിവുകെട്ട ഹെഡ് കോച്ചും അതുപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫ്. രവി ബിഷ്ണോയി ആണ് ഈ മത്സരം തോക്കാനുള്ള കാരണമെന്ന് ഞാൻ അങ്ങ് അംഗീകരിച്ചു. പക്ഷേ രവി ബിഷ്ണോയി എന്തുകൊണ്ട് 3 നോ ബോൾ എറിഞ്ഞു? ബോളിംഗ് കോച്ചിന് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? 3 നോ ബോൾ സൈഡ് ലൈനിൽ പോയിട്ട് രവി ബിഷ്ണോയി എറിയുവാണ്. 17ാമത്തെ ഓവറിനകത്ത് നോക്കുവാണെങ്കിൽ 27 റൺസ് ആണെന്ന് തോന്നുന്നു കൊടുത്തു. മത്സരം നമ്മൾ തോറ്റു. 18 ബോളിൽ നിന്ന് 50 റൺസോളം വേണമായിരുന്നു അവിടുന്ന് വേണമെങ്കിൽ ഒരു വിക്കറ്റ് പോയാൽ മേ ബി ടൈറ്റ് ആയിരുന്നു തന്നെ മാച്ച്. പക്ഷേ അവിടെ രവി ബിഷ്ണോയി എറിഞ്ഞ 3 നോ ബോളിന് ആരാണ് ഉത്തരവാദി? എന്തായിരുന്നു ഇന്ത്യയുടെ കോച്ചിങ് സ്റ്റാഫിന്റെയും ഹെഡ് കോച്ചിന്റെയും റോള്? എന്തുകൊണ്ട് ഇത് നോട്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു ബോളർ 3 നോ ബോൾ എറിയുകയാണ് സൈഡ് ലൈനിൽ പോയിട്ട്. അത് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു? സഞ്ജു സാംസന്റെ ഫുഡ് വർക്ക് കുറച്ച് നാളുകളായിട്ട് പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് അത് പരിഹരിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിയാതെ പോകുന്നു? എന്തുകൊണ്ട് ഹെഡ് കോച്ചിന് കഴിയാതെ പോകുന്നു? എന്തിനാണ് നമ്മൾ തീറ്റിപ്പോറ്റുന്ന ബാറ്റിംഗ് കോച്ചിനെ? എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു? സഞ്ജു സാംസൺ എന്തുകൊണ്ട് ഒരു യുവരാജ് സിംഗിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു മെന്ററായിട്ട്? സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അടുത്ത് പോകേണ്ടതായിട്ട് വരുന്നു? എന്തുകൊണ്ട് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു മെന്ററായിട്ട് വെളിയിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു? എന്താണ് ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചിന്റെ റോള്, ബാറ്റിംഗ് കോച്ചിന്റെ റോള്, ബോളിംഗ് കോച്ചിന്റെ റോള്? സോ തോക്കാനുള്ള മെയിൻ കാരണം രവി ബിഷ്ണോയോ സഞ്ജു സാംസണോ മാത്രമല്ലായിരുന്നു, നമ്മുടെ ഹെഡ് കോച്ച് ആയിരുന്നു അതിനുള്ള ഒരു കാരണം. നമ്മുടെ കോച്ചിങ് സ്റ്റാഫാണ് അതിനകത്തുള്ള മെയിൻ കാരണം. ഇന്ത്യയുടെ പ്ലേയേഴ്സ് കോച്ചിങ്ങിന് വേണ്ടി ആശ്രയിക്കുന്നത് പുറത്തുള്ള എക്സ് പ്ലെയറിനെ. ഇന്ത്യൻ ടീമിനകത്ത് ഇരുന്ന് ഉറങ്ങുന്ന, ഇന്ത്യൻ ടീമിന്റെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ് കോച്ചിനും ബോളിംഗ് കോച്ചിനും ബാറ്റിംഗ് കോച്ചിനും എന്തുകൊണ്ട് രവി ബിഷ്ണോയുടെ ഈ ഒരു മൈനർ എറർ കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്നു? സഞ്ജു സാംസന്റെ ഫുഡ് വർക്ക് എന്തുകൊണ്ട് ശരിയാക്കാൻ കഴിയാതെ പോകുന്നു? ഇനി അനവധി കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. അക്സർ പട്ടേൽ നമ്പർ 7 കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. 130 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഏതെങ്കിലും ഒരു പ്ലെയറിന് നമ്പർ 7 വന്ന് കളിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്ലെയർ 130 സ്ട്രൈക്ക് റേറ്റ്, പേസ് ബോളർമാർക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന അക്സർ പട്ടേലിനെ വെച്ചുകൊണ്ട് എങ്ങനെ ഇന്ത്യ ഒരു 220 230 റൺസ് കണ്ടെത്താൻ കഴിയും? അല്ലെങ്കിൽ എങ്ങനെ ഇന്ത്യ ഒരു ചേസിന് വേണ്ടി പോകാൻ കഴിയും? അക്സർ പട്ടേൽ ആ ടീമിനകത്തുണ്ടെങ്കിൽ. അക്സർ പട്ടേൽ ഒരു ബോളർ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. പക്ഷേ നമുക്ക് ഓൾറൗണ്ടർമാരുടെ സിദ്ധാന്തമാണല്ലോ. നമുക്ക് ടെസ്റ്റിൽ പോലും സ്പെഷ്യലിസ്റ്റ് അല്ല ഉള്ളത്, ഓൾറൗണ്ടർമാരാണ്. അക്സർ പട്ടേലിന്റെ റോൾ എന്താണ് ഇന്ന് ബാറ്റിങ്ങിൽ? ഇന്ന് ഇന്ത്യ എങ്ങനെയായാലും ഒരു 30-40 റൺസ് ഷോർട്ട് അല്ലായിരുന്നോ? ആദ്യ 10 ഓവറിനകത്ത് 96 റൺസ് 2 വിക്കറ്റ് പോയ ഇന്ത്യൻ ടീം അവസാനത്തെ 10 ഓവറിനകത്ത് എടുക്കുന്നത് 94 റൺസ് 5 വിക്കറ്റ് കൊണ്ട് കളയുന്നു. 94 റൺസിൽ 5 വിക്കറ്റ് കൊണ്ട് കളയുന്നു. 10 ഓവറിനകത്ത് എന്തുകൊണ്ട് എക്സലറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ത്യക്ക്? നല്ലൊരു പവർ പ്ലേ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് കിട്ടിയില്ലേ? അഭിഷേക് ശർമ്മ നോക്കുവാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് ഇന്ത്യക്ക് കൊടുത്തില്ലേ? സൂര്യവംശി ചെറിയൊരു ക്യാമിയോ ഇന്നിങ്സ് കാഴ്ചവെച്ചില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഒരു 230 എന്ന് പറഞ്ഞ ഒരു ടാർഗറ്റിലോട്ട് പോകാൻ ഇന്ത്യൻ ടീമിന് കഴിയാതെ പോയി? ബാറ്റിങ്ങിൽ നിങ്ങൾ എടുത്ത ടീം സെലക്ഷനകത്ത് പിഴവ്. അക്സർ പട്ടേലിന് ആ രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ
T20 വന്നിട്ട് അവസാനത്തെ ബോൾ ലീവ് ചെയ്യുന്നു, ഒരു ടെസ്റ്റ് പ്ലെയർ ലീവ് ചെയ്യുന്നത് പോലെ T20 വന്നിട്ട് അക്ഷർ പട്ടേൽ ലീവ് ചെയ്യുക ബോൾ. ഈ അക്ഷർ പട്ടേൽ ആണോ നമ്പർ 7? 130 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ആരെങ്കിലും ആണോ നമ്പർ 7 കളിക്കേണ്ടത്? തിലക് വർമ്മ നോക്കുവാണെങ്കിൽ അവസാനത്തെ ഓവറിനകത്ത് 17 റൺസ് എടുത്തു. ഞാൻ പറയും ഹാരി ബ്രോക്കിന്റെ മണ്ടത്തരം കൊണ്ടാണ് തിലക് വർമ്മ 17 റൺസ് എടുത്തത്. അതിനു മുമ്പ് പരിശോധിക്കുവാണെങ്കിൽ തിലക് വർമ്മ അവിടെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. സ്പിന്നർമാർക്കെതിരെ റണ്ണ ബോൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു തിലക് വർമ്മ. ബൗണ്ടറി കണ്ടെത്താൻ കഴിയാതെ വരുന്നു. പക്ഷെ അവിടെ പേസ് ഓൺ ആയപ്പോഴത്തേന് തിലക് വർമ്മയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നു. നമുക്കറിയാം വാങ്കഡയെ കളിക്കുന്ന തിലക് വർമ്മയും വാങ്കഡയ്ക്ക് പുറത്ത് കളിക്കുന്ന തിലക് വർമ്മയും ഡിഫറൻ്റ് ആണ്. തിലക് വർമ്മയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പിന്നർമാർക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന തിലക് വർമ്മയാണ്. ആ ഒരു ഓവർ, ജോഫ് ആർച്ചറിന്റെ ഓവർ ഒരു സ്പിന്നർ ആയിരുന്നെങ്കിൽ തിലക് വർമ്മ അങ്ങനെ അടിക്കത്തില്ലായിരുന്നു. തിലക് വർമ്മ വേഴ്സസ് പേസ് ബോളറും തിലക് വർമ്മ വേഴ്സസ് സ്പിൻ ബോളറും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. തിലക് വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് സ്പിന്നർമാർക്കെതിരെ കേവലം 108 സ്ട്രൈക്ക് റേറ്റേ ഉള്ളൂ. ആ ഒരു പ്ലെയർ എങ്ങനെ നമ്പർ 6 ഭാഗമാവും? കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ നമ്പർ 5 കളിക്കുന്നു. എന്തുകൊണ്ട് ഡീപ്രമോട്ട് ചെയ്യുന്നു നിങ്ങൾ? പിന്നെ നമ്പർ 6 എന്തിന് നിങ്ങൾ തള്ളിവിടുന്നു? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. സഞ്ജു സാംസന്റെ മേൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ സഞ്ജു സാംസനെ എടുത്ത് പുറത്തേക്ക് എറിയും. കരിയാപ്പിലാണല്ലോ സഞ്ജു സാംസൺ. പക്ഷെ തിലക് വർമ്മയുടെ മേൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്പർ 3 കളിപ്പിക്കും, നമ്പർ 5 കളിപ്പിക്കും, നമ്പർ 6 കളിപ്പിക്കും. എവിടെങ്കിലുമൊക്കെ ഒന്ന് സൂട്ടാക്കാൻ നോക്കും. അതായത് നിങ്ങൾ അതിനെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾ പ്രൂവ് ചെയ്യണമല്ലോ തിലക് വർമ്മ ആരാണെന്ന്. നിങ്ങളപ്പം പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സഞ്ജു സാംസനെ കൊണ്ടുവന്നത് നിങ്ങളല്ലല്ലോ, ജസ്റ്റിസ് അല്ലേ. സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് വേണമെന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ സഞ്ജു സാംസനെ കൊണ്ടുവന്നു. പക്ഷെ തിലക് വർമ്മ അങ്ങനെ അല്ലല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ച പ്ലെയർ ആണ്. അപ്പം നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി തിലക് വർമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാറ്റുന്നു. ഇന്ന് തിലക് വർമ്മയുടെ ആ ഒരു ഇന്നിങ്സ് സ്ലോ ആയിപ്പോയി. അവസാനത്തെ ആ ഓവർ 17 റൺസ് എടുത്തു. പക്ഷെ അതിനു മുമ്പുള്ള ഓവർ സ്പിന്നർമാർക്ക് അവിടെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഒരു ക്യാച്ച് നോക്കുവാണെങ്കിൽ ജോഫ് ആർച്ചർ കൊണ്ട് കളഞ്ഞു. കേവലം 108 സ്ട്രൈക്ക് റേറ്റേ ഉള്ളൂ സ്പിന്നർമാർക്കെതിരെ. എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഒരു ഫിനിഷർ റോളിയല്ല എങ്ങനെ തിലക് വർമ്മയ്ക്ക് 135 സ്ട്രൈക്ക് റേറ്റ് വെച്ച് കളിക്കാൻ കഴിയും? എന്തുകൊണ്ടാണ് ഈ ടീം ഇപ്പൊ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്? ഈ അക്ഷർ പട്ടേലും ഈ തിലക് വർമ്മയും അല്ലായിരുന്നു ഈ ടീമിന്റെ ഭാഗം. 2 പ്ലെയർ പുറത്തേക്ക് പോയപ്പോഴത്തേന് ഈ ടീം സ്ട്രഗിൾ ചെയ്യുന്നു. ഹാർദിക് പാണ്ഡ്യ പുറത്തേക്ക് പോയപ്പോഴത്തേന് ഈ ടീം സ്ട്രഗിൾ ചെയ്യുന്നു. ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഒരു മാച്ച് വിനർ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോഴത്തേന് ഇന്ത്യൻ ടീം സ്ട്രഗിൾ ചെയ്യുന്നു. ഒരു ഫിനിഷർ ഇല്ല. ഹെവിലി ഡിപ്പെൻഡന്റ് ആണ് ശിവൻ ദുബെ. കഴിഞ്ഞ കളി ശിവൻ ദുബെ ബാറ്റ് ചെയ്തു. 20 ബോളിൽ 40 റൺസ് എടുത്തു. നോക്കുവാണെങ്കിൽ ആ ഒരു 189 എന്ന് പറഞ്ഞ ഒരു സ്കോർ കണ്ടെത്തി. പക്ഷേ അന്ന് നമുക്ക് ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വന്നില്ല. മഴ കാരണം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വന്നില്ല. പക്ഷെ ഇന്ന് അവർ ബാറ്റ് ചെയ്യാൻ വന്നു. 191 എന്ന് പറയുന്ന ഒരു സ്കോർ അവർ നിസ്സാരമായിട്ട് വന്നിട്ട് വിക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നിട്ടും ഇന്ത്യക്കാട്ടിൽ കൂടുതൽ ഡോട്ട് ബോൾ കളിച്ചിട്ടും അവർ മത്സരം ജയിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ എക്സലറേറ്റ് ചെയ്തു. നമ്മൾ എക്സലറേറ്റ് ചെയ്തോ? നമ്മുടെ ബാറ്റ്സ്മാൻമാർ എക്സലറേറ്റ് ചെയ്തോ ഇന്നത്തെ ഇന്നിങ്സ്? നമ്മൾ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് കയറിപ്പോയി. നമ്മുടെ ഷോട്ട് സെലക്ഷൻ എന്തായിരുന്നു ഈ പിച്ചിനകത്ത്? ഈ പിച്ച് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. പക്ഷെ സ്ലോയും കൂടെ ആയിരുന്നു. പിച്ച് സ്ലോ ആയിരുന്നു. നമ്മുടെ ഷോട്ട് സെലക്ഷൻ ശരിയായിരുന്നു. ഇന്ന് ജേക്കബ് ബദേലിന്റെ ബാറ്റിംഗ് കണ്ടായിരുന്നു. ജേക്കബ് ബദേൽ നോക്കുവാണെങ്കിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്തല്ലേ കളിച്ചത്. പക്ഷെ ഷോട്ട് സെലക്ഷൻ നോക്കുവാണെങ്കിൽ ഗ്യാപ്പ് കണ്ടെത്തി, ബൗണ്ടറി കണ്ടെത്തി. സ്ട്രൈറ്റ് നോക്കുവാണെങ്കിൽ കൂടുതൽ ബൗണ്ടറി കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരോ വിക്കറ്റ് നോക്കുവാണെങ്കിൽ ലോങ് ഓണിന്റെ കയ്യിലും മിഡ് വിക്കറ്റിന്റെ കയ്യിലും സ്ക്വയറിന്റെ കയ്യിലും കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ 6 വേണ്ടി ശ്രമിക്കുകയാണ്. 6 വേണ്ടി. ഒന്നാമത് നോക്കുവാണെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണ്. മിഡ് വിക്കറ്റിലും അതുപോലെ തന്നെ ലോങ് ഓൺ നോക്കുവാണെങ്കിൽ ബൗണ്ടറിയുടെ ലെങ്ത് വലുതാണ്. അവിടെ നോക്കുവാണെങ്കിൽ ഹെവി ആയിട്ടുള്ള വിൻഡും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ കളിച്ച് 6 വേണ്ടി ശ്രമിച്ച് ഗ്യാപ്പ് കണ്ടെത്താതെ 6 വേണ്ടി കളിച്ച് വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. നമുക്ക് എക്സലറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇഷാൻ കിഷന്റെ ബാറ്റിംഗ്. ഇഷാൻ കിഷൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ. 40 ബോളിൽ നിന്ന് 49 റൺസ്, 122 സ്ട്രൈക്ക് റേറ്റ്. 40 ബോള് 49 റൺസാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. 122 സ്ട്രൈക്ക് റേറ്റ്. ഇത് ഇന്നത്തെ തോൽവിക്ക് കാരണമായിട്ട് മാറിയില്ലേ? ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 2 കളിയിൽ റൺഔട്ട് ആവുകയാണ്. ആ ഒരു കോൺഫിഡൻസ് നോക്കുവാണെങ്കിൽ ഇഷാൻ കിഷന്റെ ബാറ്റിംഗിൽ നിന്നും വരുന്നില്ല. ഇഷാൻ കിഷൻ ഇങ്ങനെ അല്ല കളിക്കുന്നത്, നമുക്കറിയാം ഇഷാൻ കിഷന്റെ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈൽ ബാറ്റിംഗ്. ജേക്കബ് ബദേൽ നോക്കുവാണെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്തു, സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിച്ചു. പക്ഷേ ഇഷാൻ കിഷൻ വിക്കറ്റ് കൊണ്ട് വലിച്ചെറിഞ്ഞു. സാം കരൻ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ വട്ടം കറപ്പിച്ചു. 3 വിക്കറ്റ് എടുത്ത മെയിൻ ആയിട്ടുള്ള ശിവൻ ദുബയുടെ വിക്കറ്റ് എടുക്കുന്നു. അവിടെ വന്നിട്ട് ഇഷാൻ കിഷന്റെ വിക്കറ്റ് എടുക്കുന്നു, അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നു. സോ ബ്രില്യൻ്റ് ആയിട്ട് വന്ന് ബോൾ ചെയ്താ. നോക്കുവാണെങ്കിൽ സ്ലോ ബോൾ, സ്ലോ കട്ടർ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ നോക്കുവാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു. അവരെ ബിഗ് ഷോട്ടിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ട് വിക്കറ്റ് എടുത്തുകൊണ്ട് പോയി സാം കരൻ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ സ്പിന്നർമാർ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു തന്നെ. നോക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമല്ലായിരുന്നു. നമുക്ക് അവരുടെ സ്പിന്നർമാരെ പിക്കാനേ കഴിയുന്നില്ലായിരുന്നു. അവർ ബോൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അല്പം കൂടെ ബോളിന് സ്പീഡ് കൂട്ടിയായിരുന്നു ബോൾ ചെയ്തത്. നമ്മൾ സ്ട്രഗിൾ ചെയ്തു. നമുക്ക്
എക്സലറേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ എക്സലറേറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. ശ്രേയസ് അയ്യർ ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു ഓക്കെ എന്നൊരു ഇന്നിങ്സ് പറയാം. പക്ഷേ പഞ്ചാബിനൊക്കെ വേണ്ടി കളിക്കുമ്പോഴത്തേന് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കും. അല്പം മുമ്പോട്ട് ഇന്നിങ്സിനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ശ്രേയസ് അയ്യറിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് ശ്രേയസ് അയ്യരും കയറി പോകേണ്ടതായിട്ട് വരുന്നു. ശ്രേയസ് അയ്യർ ഇന്ന് നോക്കേണ്ടത്, ശ്രേയസ് അയ്യർ കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉള്ളത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ശിവൻ ദുബെ നോക്കുകയാണെങ്കിൽ ഹൈ റിസ്കിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ശിവൻ ദുബെ മാത്രം ട്രസ്റ്റ് ചെയ്യാൻ കഴിയൂ. ശിവൻ ദുബയുടെ വിക്കറ്റ് പോവുകയാണെങ്കിൽ ചീട്ട് കൊട്ടാരം പോലെ ഇളകി വീഴും ഈ ടീം. അതല്ലേ ഇന്ന് കണ്ടത്. ശിവൻ ദുബെ പോയപ്പോഴത്തേന് ടീം താണ്ടെ 230 അല്ലെങ്കിൽ 230 മേലോട്ട് പോകേണ്ട ഒരു സ്കോറിനെ നോക്കുകയാണെങ്കിൽ 191 ചവിട്ടി നിർത്തി. ഇപ്പൊ എല്ലാവരും പറയും അയ്യോ എന്നാ അടിയാ അടിച്ചത് ജോഫ് ആർച്ചറിനെ. പക്ഷെ തെറ്റ്, ജോഫ് ആർച്ചറിനെ തിലക് വർമ്മ അടിച്ചു, ശരിയാണ്. പേസ് ബോളർമാർക്കെതിരെ നല്ല റെക്കോർഡാണ്. പക്ഷെ സ്പിന്നർമാർക്കെതിരെ 108 സ്ട്രൈക്ക് റേറ്റേ തിലക് വർമ്മയ്ക്കുള്ളൂ. അതും ഇന്ന് നമ്മുടെ തോൽവിക്ക് കാരണമായിട്ട് മാറി, ഇന്ത്യയുടെ ബാറ്റിങ്. പിന്നെ ശ്രേയസ് അയ്യർ എന്തിനാണ് ഈ 3 സ്പിന്നർമാരെ കുത്തി ടീമിനകത്ത് കയറ്റിയത്? രവി വിഷ്ണുവിനെ നമുക്കറിയാം ഇന്ന് മാച്ചിനെ പരാജയപ്പെടുത്തി. 60 റൺസോളം വഴങ്ങുന്നു 4 ഓവറിനകത്ത്. പക്ഷെ 3 സ്പിന്നറിന്റെ റോൾ എന്തായിരുന്നു? അതും 17ാമത്തെ ഓവർ സ്പിന്നർ വരുന്നു. ഇതേപോലെ തന്നെയാണ് അയർലാൻഡിനെതിരെ 17ാമത്തെ ഓവറിനകത്ത് സുന്ദർ 19 റൺസ് വഴങ്ങുന്നത്. ഒരു സ്പിന്നറിനെ കൊണ്ട് റീപ്പിക്കുകയാണ് ഡെത്ത് ഓവറിനകത്ത്. ഒരു പ്രിൻസ് യാദവ് എന്ന് പറഞ്ഞ ഒരു ബോളർ നമ്മൾ എന്തിനാ ബെഞ്ച് വെച്ചേക്കുന്നത്? പ്രിൻസ് യാദവ് അല്ലായിരുന്നു ഇന്ന് കളിക്കേണ്ടത്. ഇന്ന് ദുബായിലോ ശ്രീലങ്കയിലോ ഇന്ത്യയിലെ പിച്ചായിരുന്നു. ജോഫ് ആർച്ചറൊക്കെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ പേസ് ചെയ്ത് ബോൾ ചെയ്തില്ലേ, ഒരു എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്തില്ലേ. അല്പം ഒരു സ്ലോയിഷ് ആയിട്ടുള്ളൊരു പിച്ചിൽ ബോൾ അല്പം ഹോൾഡ് ചെയ്യുന്ന പിച്ചിനകത്ത് പ്രിൻസ് യാദവിനെ കൂട്ടുള്ളവരെ ഹിറ്റ് ദ കാർഡ് എറിയുന്ന ഒരു ബോളർ അല്ലായിരുന്നു ഇന്ന് വേണ്ടത്. അതോ ഒരു എക്സ്ട്രാ സ്പിന്നർ ആയിരുന്നു? സ്പിന്നർമാർക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒന്നും കിട്ടിയില്ല. അവർ നോക്കുകയാണെങ്കിൽ ക്ലെവറായിട്ട് ബോൾ ചെയ്തു. കാരണം അവർ ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. അവർ നോക്കുകയാണെങ്കിൽ 3 ഓവർ നോക്കുകയാണെങ്കിൽ വിൽജാക്കിനെ കൊണ്ട് എറിയിപ്പിച്ചു. വിൽജാക്ക് വന്നിട്ട് വിക്കറ്റ് എടുത്തു. സൂര്യവംശയുടെ വിക്കറ്റ് എടുത്തു. ഡോസൺ നോക്കുകയാണെങ്കിൽ ടൈറ്റ് ലൈനിന് ബോൾ ചെയ്തു. ആദിൽ റാഷിദ് നോക്കുകയാണെങ്കിൽ ടൈറ്റ് ലൈനിൽ വന്ന് ബോൾ ചെയ്യിപ്പിച്ചു. നമ്മുടെ കയ്യിൽ നല്ല സ്ട്രൈക്കർമാരില്ല, അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ അവർ ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തു. അല്ലാതെ ഈ പിച്ച് വലുതായിട്ടൊന്നും സ്പിന്നർമാർക്ക് കൊടുക്കുന്നൊന്നുമില്ലായിരുന്നു. ഒരു ഫ്ലാറ്റ് പിച്ചായിരുന്നു. ജേക്കബ് ബദേൽ കാണിച്ചു തന്നില്ലേ, ഹാരി ബ്രൂക്ക് കാണിച്ചു തന്നില്ല ഈ പിച്ച് എന്താണെന്നുള്ളത്. ഇംഗ്ലണ്ട് ഈ പിച്ചിനകത്ത് 300 റൺസ് കണ്ടെത്തിയിട്ടുണ്ടെന്നേ. നമ്മൾ ഇംഗ്ലണ്ടിനെ എന്തുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു? ഈ പിച്ചിനകത്ത് ചേസ് ഓൺ ആയിരുന്നു. ചേസ് ചെയ്യാൻ പറ്റിയൊരു പിച്ചാണ്. കാരണം ഇന്ത്യ എന്തുകൊണ്ട് ചേസ് ചെയ്യാൻ പോയില്ല? കാരണം അയർലൻഡിനെതിരെ പോലും നമുക്ക് ചേസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഇംഗ്ലണ്ടിനെതിരെ എങ്ങനെ ചേസ് ചെയ്യും? ഇന്ത്യൻ ടീമിന് മത്സരങ്ങളൊക്കെ ജയിക്കണമെങ്കിൽ ഈ ടീമിനകത്ത് അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ കഴിയത്തുള്ളൂ. ഒരു ഹാർദിക് പാണ്ഡ്യയും ഒരു ബുംറയും വെളിയിലോട്ട് പോയപ്പോഴത്തേന് ഇന്ത്യൻ ടീം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടോ? ബാക്കിയുള്ളവരെല്ലാം മെയിൻ പ്ലേയേഴ്സ് ആയിരുന്നു, സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടോ? അഭിഷേക് ശർമ്മയ്ക്ക് ഒരു 10-15 ഓവറിന് മേലോട്ട് കളിക്കാൻ കഴിയാതെ വരുമ്പോഴത്തേന് ടീം സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടോ? സഞ്ജു സാംസൺ ആ ഫോമിലോട്ട് വരാതിരിക്കുമ്പോഴത്തേന് ഇന്ത്യൻ ടീം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കണ്ടോ? ഈ ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇന്ത്യക്ക് ഗുണം ചെയ്യൂ. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു സഞ്ജു സാംസന് ഈ ടീമിനകത്ത് ഒരു റോൾ ഉണ്ട്. സഞ്ജു സാംസൺ നമ്പർ 3 കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഞ്ജു സാംസൺ നമുക്കറിയാം ഒരു ഫുഡ് വർക്കിന്റെ പ്രശ്നമുണ്ട്. ന്യൂ ബോളിനകത്ത് ആ ഫുഡ് വർക്ക് കറക്റ്റ് ആവുന്നില്ല. മേ ബി നമ്പർ 3 വന്ന് കളിച്ചു കഴിഞ്ഞാൽ ബോൾ പഴകുമ്പോഴത്തേന് സഞ്ജു സാംസൺ അല്പം കൂടെ ബെറ്റർ ആയിട്ട് കളിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷാൻ കിഷൻ നോക്കുവാണെങ്കിൽ നമ്പർ 5 പോകുവാണെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി കളിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ കളി നോക്കണ്ട, ആദ്യമായിട്ടാണ് ഇഷാൻ കിഷൻ ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. പക്ഷെ നമ്പർ 5 തിലക് വർമ്മയുടെ റോളിനകത്ത് ഇഷാൻ കിഷന് ബാറ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഈ ടീം ബെറ്റർ ആക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് പോരുത്. സോ ഇത്രയും ഒരു ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് പോകുമ്പോഴത്തേന് എതിർ ടീമുകൾ വന്ന് പ്ലാൻ ഉണ്ടാക്കുന്നു. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിലാണ് അവർ പ്ലാൻ ചെയ്ത് ബോൾ ചെയ്യുന്നത് ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡർമാർക്ക്. ഇന്ന് ശിവൻ ദുബൈക്ക് നോക്കുവാണെങ്കിൽ ലെഗ് സൈഡിൽ ബോൾ കൊടുത്തതേ ഇല്ലല്ലോ. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ വെക്കുന്നു, ലോങ് ഓണിന്റെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട് ശിവൻ ദുബൈ കയറി പോകുന്നു. സെയിം ഇഷാൻ കിഷനെ നോക്കുവാണെങ്കിൽ അതേ ട്രാപ്പിനകത്ത് വീഴ്ത്തി. സോ നോക്കുവാണെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യത്തില്ല. ഇന്ത്യൻ ടീം അത് മാറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പിന്നെ നോക്കുവാണെങ്കിൽ ഹർഷ്ദീപ് സിംഗ് നല്ലപോലെ ബോൾ ചെയ്തു. പക്ഷെ നമുക്ക് മിഡിൽ ഓർഡറിനകത്ത് വിക്കറ്റ് ടേക്കിംഗ് ബോളർമാരില്ല. വരുൺ ചക്രവർത്തിക്കൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു പഴയ റോളിലോട്ട് ഉയർന്നു വരാൻ കഴിയുന്നില്ല. ഒരു വിക്കറ്റാണ് വരുൺ ചക്രവർത്തിക്ക് എടുക്കാൻ കഴിഞ്ഞത്. രവി വിഷ്ണു നോക്കുവാണെങ്കിൽ വിക്കറ്റ് ഒന്നും എടുത്തില്ല. അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ ഒറ്റ ഒരു വിക്കറ്റാണ് എടുത്തത്. നമുക്കറിയാം അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഹെവി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല സ്പിൻ ബോളിങ്ങിനകത്താണെങ്കിൽ. ഇടയ്ക്കൊക്കെ ഒരു വിക്കറ്റ് എടുക്കും. പക്ഷെ ഒരുപാട് ബ്രേക്ക് ത്രൂകൾ മിഡിൽ ഓർഡറിനകത്ത് കൊണ്ടുവരുന്ന ഒരു ബോളറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഉത്തരം. അക്ഷറാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഒറ്റ വിക്കറ്റേ കിട്ടിയുള്ളൂ. അതും 18ാമത്തെ ഓവറിലാണ് അക്ഷറാണ് ഒരു വിക്കറ്റ് എടുക്കുന്നത്. സോ നമ്മുടെ ബോളിങ്ങിനകത്ത് ബുംറ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേന് നമ്മുടെ ബോളിങ്ങിനകത്ത് ഇഷ്യൂ വരുന്നു. വരുൺ ചക്രവർത്തി എന്ന ഒരു സ്പിന്നർ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ കഴിയാതെ വരുമ്പോഴത്തേന്, ആ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴത്തേന് നമ്മുടെ ടീം നോക്കുവാണെങ്കിൽ പ്രശ്നത്തിലോട്ട് പോകുന്നു.
ബാറ്റിങ്ങിനകത്ത് സ്ട്രെങ്ത് ഇല്ലാത്ത ഫയർ ഇല്ലാത്ത ഈ ടീമിനെ കൊണ്ട് പോവുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും വരും കാലങ്ങളിലും അവസ്ഥ.